നമ്മുടെ മിഥുനം സിനിമയിലെ നെടുമുടി വേണു പറയുന്ന ഒരു അവസ്ഥയാണ് സാർ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ പൊട്ടും എന്ന് പറയുന്നത് പോലെ ഇതാ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, യുദ്ധം ഇങ്ങെത്തി, യുദ്ധം ഇതാ പടിവാതിൽക്കൽ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. പക്ഷേ ദേശസ്നേഹമുള്ള എന്നാൽ കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് അത്ര ഒരു അവയർനെസ് ഇല്ലാത്ത, കാരണം നിരന്തരം ഇത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് അറിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അവരൊരു പാകിസ്ഥാന്റെ ഒരു അടി കിട്ടി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇതിന് ഇന്ത്യ ഉടനെ കനത്ത തിരിച്ചടി കൊടുക്കണം, ഇന്നെങ്കിൽ ഇന്ന്, ഇപ്പോഴെങ്കിൽ ഇപ്പോ, അല്ലെങ്കിൽ നാളെ എങ്കിൽ നാളെ. അതിങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എന്താ യുദ്ധം തുടങ്ങാത്തെ? അതിപ്പോ ഇങ്ങനെ ചോദിച്ച് അത് മോദി ഗവൺമെന്റിന് മേലുള്ള ഒരു വലിയ ബ്ലെയിം ആയി മാറിക്കഴിഞ്ഞു. യുദ്ധം തുടങ്ങുന്നില്ല, പാകിസ്ഥാനെ പേടിയാണോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ എന്താ പറയാ, സാങ്കേതികപരമായി ഇതിന് കുറച്ച് ടെക്നിക്കൽ വശങ്ങളുണ്ട്, അതിനേക്കാൾ ഉപരി നിയമവശങ്ങളുണ്ട്. ഒരു വാർ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യവും. അത്തരത്തിൽ ഒരു യുദ്ധം തുടങ്ങാൻ ഒരു രാജ്യത്തിന്, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യക്ക് വേണ്ട ഒരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ജയസൂര്യൻ സാർ? അല്ലെങ്കിൽ ഈ യുദ്ധം എന്ന് തുടങ്ങും? ഇതിപ്പോ തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്ന് പറയുന്ന പോലെ തേങ്ങ ഉടയ്ക്ക് മോദി എന്നുള്ള മട്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ യുദ്ധങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മാർച്ച് മാസത്തിൽ തുടങ്ങണം എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഉത്തരവിട്ടു. പക്ഷേ പട്ടാളം പറഞ്ഞു 6 മാസം സമയം വേണം. യുദ്ധം തുടങ്ങിയത് ഒക്ടോബറിലാണ്, 6 മാസം കഴിഞ്ഞ. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചപ്പോൾ, വിയറ്റ്നാമിനെ ആക്രമിച്ചപ്പോൾ, അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുന്നത് എന്ന് തുടങ്ങി എല്ലാ കാര്യവും നമുക്കറിയാമല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഫലസ്തീൻ ഇസ്രായേൽ ആക്രമണം. ഇതിനൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ അക്ഷമരാകുന്നതിന്റെ പ്രധാന കാരണം മീഡിയ. അപ്പൊ മീഡിയയ്ക്ക് ഒരു വിഷയം കിട്ടിയാൽ, പ്രത്യേകിച്ച് യുദ്ധം പോലെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വിഷയം കിട്ടിയാൽ, അവർക്ക് അവരുടെ വ്യൂവേഴ്സിനെയും റീഡേഴ്സിനെയും പിടിച്ചു നിർത്താൻ എപ്പോഴും സെൻസേഷനിലാക്കി നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഒരു പത്രത്തിൽ എഴുതും യുദ്ധം നാളെ തുടങ്ങും, അടുത്ത പത്രം എഴുതും ഇന്ന് വൈകിട്ട് തുടങ്ങും. ഈ ഒരു മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തില് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹൈജാക്കിംഗ് ജനങ്ങളുടെ മേൽ ഉണ്ടാവുന്നുണ്ട്. അതൊരു വസ്തുത. ഇനി ഇതിന്റെ വിഷയത്തിലേക്ക് വന്നാൽ, നമുക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെങ്കിൽ അതിനൊരു ആസൂത്രണമുണ്ട്. ഒരു കൃത്യമായ സ്പോട്ടിൽ പോയിട്ട് ഒരു ബോംബിട്ടാൽ മതി, അല്ലെങ്കിൽ അവിടെ പോയി കുറച്ച് മിലിറ്ററി നമ്മുടെ കമാൻഡോകളെ ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്താൽ മതി. എങ്കിൽ പോലും അതിനൊരു പ്ലാനിങ് വേണം, ആസൂത്രണം വേണം, ദിവസങ്ങളോളം അതിന്റെ പ്രിപ്പറേഷൻസ് വേണം. അതുപോലെയല്ലല്ലോ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്റെ അഭിപ്രായത്തിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. യുദ്ധം എന്ന് പറയുന്നത് തോക്ക്, ബോംബ്, മിസൈൽ ഇത് മാത്രമല്ല യുദ്ധം. ആഗോളതലത്തിൽ ഇന്നത്തെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി മാറിയിരിക്കുന്നു. നമ്മൾ 65 വർഷം നീണ്ടുനിന്ന ജലകരാർ, സിന്ധു നദീജല കരാർ, അതിൽ നിന്ന് പിന്മാറി എന്ന് പറയുമ്പോഴും, അങ്ങോട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു എന്ന് പറയുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയില് രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കർഷകർ, എന്തിനാണ് നിങ്ങൾ ഇന്ത്യയെ ചൊറിയാൻ പോയത്? ഞങ്ങളല്ലേ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നത്? 90% പാകിസ്ഥാനിലെ കൃഷിയും ഇന്ത്യയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 65 കൊല്ലമായി നമ്മൾ അത് തെറ്റിച്ചിട്ടില്ല. 3 യുദ്ധങ്ങൾ ഇതിനിടയ്ക്കുണ്ടായി. പക്ഷെ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ കാര്യം ഇടപെട്ടില്ല. പക്ഷെ ഇത്തവണ വളരെ ഏകപക്ഷീയമായി വളരെ പെട്ടെന്ന് നമ്മളത് പ്രഖ്യാപിച്ചു. ഇത് മാത്രമല്ല, അതൊരു യുദ്ധമാണ്, ജലയുദ്ധം തന്നെയാണ്. രണ്ടാമത്തേത് ട്രേഡാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ പുറമെ അറിയുന്നില്ല എങ്കിൽ പോലും പാകിസ്ഥാന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് ആ ട്രേഡിന്റെ കാര്യത്തിൽ നമ്മൾ അത് കട്ട് ഓഫ് ചെയ്തു. അതുപോലെ ആകാശപാത, വിമാന സഞ്ചാരത്തില് ഇപ്പോ ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിമാനങ്ങൾ ഗൾഫിലേക്ക് പോകണമെങ്കിൽ, യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ ചുറ്റി പോകുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി നഷ്ടം ഉണ്ടാകുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം പോലും പാകിസ്ഥാന്റെ വിമാനങ്ങൾ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ ചുറ്റി പോകണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചുറ്റി ശ്രീലങ്കയെ ചുറ്റി പോകണം. ഏതാണ്ട് അവരുടെ ചെലവെന്ന് പറയുന്നത് 3-1 വർദ്ധിക്കുകയാണ്. ഓരോ വിമാനത്തിന്റെ ചെലവ് 3-1 വർദ്ധിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകയാത്ര ചെയ്യണമെങ്കിൽ പണ്ടത്തേതുപോലെ അല്ല. അപ്പോൾ വ്യോമമാർഗം നമ്മൾ തടഞ്ഞിരിക്കുന്നു, ജലം കൊടുക്കുന്നത് നമ്മൾ തടഞ്ഞിരിക്കുന്നു, ട്രേഡ് നമ്മൾ തടഞ്ഞിരിക്കുന്നു.
ധാരാളം പേര് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ആശുപത്രികളിൽ ചികിത്സിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ നൂറുകണക്കിന് പാകിസ്ഥാനികൾ ചികിത്സിക്കുന്നുണ്ട്. അവരോടൊക്കെ 48 മണിക്കൂറിനകം രാജ്യം വിടാൻ പറഞ്ഞു. അങ്ങനെയുള്ള വസ്തുതകളുണ്ട്. പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളുണ്ട്, അവരോട് രാജ്യം വിടാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോ ഇവിടെ ഈ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഇല്ലാത്ത നുണകൾ പ്രചരിപ്പിക്കുകയല്ലേ. ഇപ്പം മനോരമ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം പോലും ഇല്ലാത്ത പച്ച നുണ 100% ഒന്നാം പേജിൽ ഹൈലൈറ്റ് ചെയ്ത് വാർത്ത കൊടുത്തു, ഫോട്ടോ കൊടുത്തു. അതായത് ഇവിടെ ശൗര്യചക്ര കിട്ടിയ ആ ആളിന്റെ അമ്മയുടെ യാത്ര തടഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഇതൊക്കെയാണ് ഇവിടെ വാർത്തയാകുന്നത്. അതായത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത പച്ച നുണകൾ വാർത്തയാക്കുന്ന മീഡിയ തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്നുള്ള മട്ടിലുള്ള വികാരം ഇവിടെ വളർത്തുമ്പോൾ അത് ഒരു ഗവൺമെന്റ് വിരുദ്ധമായ നീക്കം മാത്രമാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയം ആ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും, ഏറ്റവും പ്രധാനമായിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും: കാലാവസ്ഥ. ഇപ്പൊ ലോകമഹായുദ്ധങ്ങൾ തുടങ്ങിയതിപ്പോ ആദ്യം ചിന്തിക്കുന്നത് കാലാവസ്ഥയാണ്. ഇപ്പൊ മഞ്ഞ് വീഴുന്ന സമയം അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയം, ഇതൊക്കെ നോക്കിയിട്ടാണ് യുദ്ധങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ നീട്ടിവെക്കുകയോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാക്കുകയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കാലാവസ്ഥ അതിനകത്തൊരു വിഷയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മളുടെ കയ്യിലുള്ള ആംസ് ആൻഡ് ആംനീഷൻസിന്റെ അതിന്റെ ഡിസ്പ്ലേ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ലോജിസ്റ്റിക് വലിയൊരു സയൻസ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യില് 10,000 മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മിസൈൽ വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണമല്ലോ, എന്നിട്ട് വേണ്ട ഇത് തൊടുത്തുവിടാൻ. അതുപോലെ നമ്മുടെ പാറ്റൻ ടാങ്കുകൾ എത്തിക്കേണ്ടടുത്ത് എത്തണം. അതുപോലെ 1000 വിമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിമാനങ്ങൾ പറന്നുയരാനുള്ള റൺവേ റെഡിയാണോ? നമുക്ക് എത്ര വിമാനവാഹിനി കപ്പലുണ്ട്? ആ കപ്പൽ എവിടെയാ കിടക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, നാഷണൽ ഹൈവേയിൽ നമ്മുടെ എല്ലാ വിമാനങ്ങളും ഇറങ്ങാനും ഉയരാനുമുള്ള പരിശീലനം നടത്തി. എല്ലാം വിജയമാണ്. രാത്രിയിലും ഒരുപോലെ നമ്മുടെ മുഴുവൻ യുദ്ധവിമാനങ്ങളും നാഷണൽ ഹൈവേയിൽ ഇറക്കാനും ഉയർത്താനും കഴിയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന രാജ്യങ്ങൾ ലോകത്ത് വളരെ ചുരുക്കമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യുദ്ധമുഖത്തേക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും സ്ട്രാറ്റജിക്കലി വളരെ കൃത്യവും വ്യക്തവുമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. യുദ്ധം ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, പട്ടാളമാണ്. അപ്പൊ പട്ടാളത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുത്തു കഴിഞ്ഞു. എപ്പോൾ യുദ്ധം തുടങ്ങണം, എങ്ങനെ ചെയ്യണം, അതിന്റെ സ്ട്രാറ്റജി എന്താണ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടി പരിപൂർണ അധികാരം പട്ടാളത്തിന് കൈമാറിക്കഴിഞ്ഞു. ഗവൺമെന്റ് അടിയന്തരമായി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, സപ്പോർട്ട്, വി ആർ റെഡി എന്നുള്ള മെസ്സേജ് കൃത്യമായി സേനാധിപന്മാരെ വിളിച്ച് മുമ്പിലിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി, ഇവരെല്ലാം കൃത്യമായി അവർക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ യുദ്ധത്തിന്റെ നാൾവഴി കണക്കുകളൊക്കെ പത്രത്തിൽ കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. കാരണം ഈ പത്രം പാകിസ്ഥാൻകാരനും വായിക്കാമല്ലോ. അതുകൊണ്ട് ഇത് സാധാരണ ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യം. അവർ ഓർത്തിരിക്കുന്ന ഇത് നാളെ ചെയ്യാൻ പോകുന്ന യുദ്ധം, നാളെ ഇടാൻ പോകുന്ന ബോംബിന്റെ എണ്ണം, നാളെ അയക്കുന്ന മിസൈലുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ രാവിലെ മനോരമയിലും മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും ഒക്കെ വരുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അങ്ങനെയൊന്നുമില്ല. ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും കൈരളിയിലും ഒന്നും ഇത് വരില്ല. കാരണം ഇത് യുദ്ധമാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ടാണ് മീഡിയ അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മീഡിയ ഇവിടെ ജനങ്ങളുടെ വ്യൂവർഷിപ്പും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം, ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുമ്പ് മീഡിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ തരത്തിലുള്ള ചോദ്യം ഉയരാൻ കാരണം. ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ബലാക്കോട്ടിൽ ഉണ്ടായ സമയത്തും ഒക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അതെ. കാരണം യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല, പരസ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ചിലർ ചോദിക്കും, യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, സേനാനായകന്മാര് ഇങ്ങനെയുള്ളവരൊക്കെ കമ്മിറ്റി നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന്. അതൊരു സ്ട്രാറ്റജിയാണ്. പറയേണ്ട കാര്യങ്ങൾ പുറത്തേക്ക് പറയും. ചിലപ്പോൾ കമ്മിറ്റി പോലും നടന്നിട്ടുണ്ടാവില്ല, വാർത്തയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സ്ട്രാറ്റജികളും ഉണ്ട്. അതായത് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടത്, മീഡിയയ്ക്ക് കൊടുക്കേണ്ടത്, ശത്രുരാജ്യത്തേക്ക് എത്തിക്കേണ്ടത് ആയിട്ടുള്ള മെസ്സേജുകൾ എല്ലാ രാജ്യങ്ങളും, യുദ്ധരംഗത്തേക്ക് പോകുന്ന എല്ലാ രാജ്യങ്ങളും അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതും യുദ്ധവുമായിട്ട് ബന്ധമുണ്ടെന്ന് ജനങ്ങൾ കരുതും. ഒരുപക്ഷെ ശത്രുരാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയായിരിക്കും. ഇതൊക്കെ നടക്കും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇക്കഴിഞ്ഞ ദിവസം
കാശ്മീരിലെ ഭീകരന്മാർ തമിഴ്നാട്ടിൽ വന്ന് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് കൊളംബോയിലേക്ക് പോയി എന്നൊരു വാർത്ത വന്നു. ഈ വാർത്ത പിന്നീടാണ് മനസ്സിലായത് ഇത് കൃത്രിമമായി സൃഷ്ടിച്ച് ഗവൺമെന്റ് തന്നെ, അന്വേഷണ ഏജൻസികൾ തന്നെ പുറത്തുവിട്ട വാർത്തയായിരുന്നു. കാരണം അവരുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റിന് മണ്ടത്തരം പറ്റിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഒരു വാർത്ത ഗവൺമെന്റ് തന്നെ പുറത്തേക്ക് വിടുകയാണ്. ഇത് ഭീകരവാദികളെ പിടികൂടാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളിലെ ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞതുപോലെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളത് മാത്രമേ പുറത്തേക്ക് വരൂ. മറ്റു വാർത്തകൾ ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞേ പുറത്തേക്ക് വരും. ഇതാണ് യുദ്ധവും മറ്റു വാർത്തകളും തമ്മിലുള്ള വ്യത്യാസം. യെസ്, ഈ തരത്തിൽ എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വാർത്തകൾ വരണം എന്നില്ല. വളരെ സീരിയസ് ആയി, വളരെ രഹസ്യമായി ഇന്ത്യ പല മൂവുകളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു യുദ്ധം എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ചാൽ ജയസൂര്യൻ സാർ പറഞ്ഞ അക്കമിട്ട് നിരത്തിയ ഈ കാരണങ്ങൾ കാരണം യുദ്ധത്തിനൊരു വാർ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് മാത്രമേ യുദ്ധം നടക്കുള്ളൂ. എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായ ഒരു അധികാരം നമ്മുടെ മോദി സർക്കാർ പട്ടാളത്തിന് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്ര സമയമെടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു കൺഫ്യൂഷൻ. അത് അധികം നീണ്ടുപോവില്ല എന്നുള്ളതാണ്. പക്ഷെ മറ്റ് പല രീതിയിലുള്ള ഇറക്കുമതി നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള യുദ്ധമുറകളും ഇന്ത്യ പാകിസ്ഥാനോട് പയറ്റി തുടങ്ങി എന്നതാണ് വസ്തുത. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.